He is the master. He is the pioneer of the human redemption. He is the perfecter of human salvation. He is capable of everything. He is omnipotent. He is omnipresent. He is omniscient. Through him we give. Through him we get peace and grace. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നെ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഓ ഓ ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഓ സ്വർഗീയ ദൂതരും ഈ ഭൂവിലേവരും പാടിടുമേ. എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. മൃത്യുഞ്ജയനവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നെ മെനഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഓ ഓ ഓ ഓ ഹല്ലേലൂയ. Hey, thank you for all your cooperation. Yeah. Next, Clement, let's sing together. Everybody clap your hands. യേശു എന്നെ സ്നേഹിച്ചതിനാ ഞാനും അവനെ സ്നേഹിച്ചിടുവാൻ
സ്നേഹിച്ചതിനാ, യേശു എന്നെ സ്നേഹിച്ചതിനാ, യേശു എന്നെ സ്നേഹിച്ചതിനാ, ഞാനും അവനെ സ്നേഹിച്ചതിനാ, സ്തോത്രത്തോടെ വാഴ്ത്തുമെന്ന് എന്റെ യേശുവേ, നന്ദിയോടെ വാഴ്ത്തും എന്റെ നായകൻ. എല്ലാ മുട്ടും മടങ്ങിയിടും നേരം, എല്ലാ നാവും ഒന്നായി ചൊല്ലും, യേശു തന്നെ, യേശു തന്നെ രാജാവ്. രാജാതിരാജനെഴുന്നള്ളുമ്പോൾ, വീരനാം ദൈവം എഴുന്നള്ളുമ്പോൾ, ഹോസാന 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 ഓ ഹോസാന ഹോസാന ഓ ഹോസാന ഹോസാന ഹോസാന. On this moment, let's sing for Jesus. Let's clap for Jesus. Everybody clap your hands. യേശു എന്നെ സ്നേഹിച്ചതിനാ, ഞാനും അവനെ സ്നേഹിച്ചതിനാ, യേശു എന്നെ സ്നേഹിച്ചതിനാ, ഞാനും അവനെ സ്നേഹിച്ചതിനാ, സ്തോത്രത്തോടെ വാഴ്ത്തും എന്നെ യേശുവേ, നന്ദിയോടെ വാഴ്ത്തും എന്നെ നായകൻ. എല്ലാ മുട്ടും മടങ്ങിയിടും നേരം, എല്ലാ നാവും ഒന്നായി ചൊല്ലും, യേശു തന്നെ, യേശു തന്നെ രാജാവ്. രാജാതിരാജനെഴുന്നള്ളുമ്പോൾ, വീരനാം ദൈവം എഴുന്നള്ളുമ്പോൾ, ഹോസാന 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 ഹോസാന. Sing for the Lord, Hosanna 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 Hosanna. Hallelujah. Hosanna Hosanna.
പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ട് നിശമേ. ഈ പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ട് നിശമേ. പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ട് നിശമേ. പരദേവനോ നമുക്ക് നിനക്കു ഭയന്നു തിരുമുൽ കാഴ്ച കൊണ്ടുവരുമേശുവിന്നു ജയമേശുവിന്നു ജയമേശുവിന്നു ജയമേ. പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ട് നിശമേ. പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ട് നിശമേ. പരദേവനോ നമുക്ക് താങ്ക് യു ഗായ്സ്. എല്ലാവർക്കും ഒത്തിരി നന്ദി. നിങ്ങളുടെ കോർപ്പറേഷൻ ഒത്തിരി നന്ദി. എത്ര പേർക്കറിയാം ആനന്ദത്തോടെ ആടും? ഓക്കെ, ലെറ്റ്സ് ഗോ. കണ്ടാലോ എത്ര വലിയ കരുണ എന്നെ ചൊരിഞ്ഞു, ചങ്കു വീഴിഞ്ഞെടുത്തൻ കാറാകൾ കഴുകി നന്നായി. കണ്ടാലോ എത്ര വലിയ കരുണ എന്നെ ചൊരിഞ്ഞു, ചങ്കു വീഴിഞ്ഞെടുത്തൻ കാറകൾ കഴുകി നന്നായി. ആളൊഴിഞ്ഞ വീട് പോലിരുന്നെന്റെ ആയുസ്സിനെ രാജകോലാഹലം കൊണ്ട് ഇറച്ചു ജീവിപ്പിച്ചേ. ആനന്ദത്തോടെയാടും എൻ കാൽകൾ, ആനന്ദത്തോടെയാടും, ആനന്ദത്തോടെയാടും എൻ കാൽകൾ, ആനന്ദത്തോടെയാടും. ഓളമുണ്ടാകും മുമ്പേ താൻ എന്നെ അറിഞ്ഞില്ലേ, പണ്ടു പണ്ടു പണ്ടേ എൻ പേരു ചൊല്ലി വിളിച്ചില്ലേ. ഭൂലോകമുണ്ടാകും മുമ്പേ താൻ എന്നെ അറിഞ്ഞില്ലേ, പണ്ടു പണ്ടേ പണ്ടേ എൻ പേരു ചൊല്ലി വിളിച്ചില്ലേ. എന്നെ തന്നോടുകൂടെ കൊണ്ടുപോകാൻ വരും തന്നെ. ആനന്ദത്തോടെയാടും എൻ കാൽകൾ, ആനന്ദത്തോടെയാടും, ആനന്ദത്തോടെയാടും എൻ കാൽകൾ, ആനന്ദത്തോടെയാടും.
പോയെന്നാലും സന്ധ്യയിങ്കൽ വിലാപം വന്നു വിഴൽ മൂടിയാലും ആനന്ദം എന്നീഴലിൽ വന്നു നിഴൽ മൂടിയിടും. ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും. ഓ ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും. ഓ ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും. ശബ്ദത്തിൽ ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും. ആനന്ദത്തോടെ ആടും. സോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഒരുമിച്ച് വരിക എന്നുള്ളതാണ്. നമ്മളെ വലിപ്പച്ചെറുപ്പങ്ങൾ നോക്കാതെ നമ്മൾ ഒരുമിച്ചിരിക്കുകയും നമ്മൾ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, പുറകിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സോ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് വരികയും നമ്മളെല്ലാവരോടും സംസാരിക്കുകയും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു മനുഷ്യൻ എല്ലാവരെയും ഒരേപോലെ കാണാനും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാനും എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ആ നന്മ നമ്മൾ ഉള്ളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മൾ പെരുമാറാകട്ടെ. നമുക്ക് പലപ്പോഴും മിസ്സിംഗ് ആയ നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തുല്യതയോടെ സ്നേഹത്തോടെ ഒരേപോലെ കാണുവാനുള്ള ആ ഒരു ശേഷി പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. ഏത് രീതിയിലും ഏതവസ്ഥയിലുമായിരിക്കുന്ന മനുഷ്യനെ നമുക്ക് സ്നേഹിക്കാമെന്ന് ഒരു മനുഷ്യന് ഭൂമിയിൽ വന്ന ഒരാൾക്ക് കാണിച്ചു തരുവാൻ കഴിയും. ആ വ്യക്തിത്വത്തെക്കുറിച്ച്, ആ വ്യക്തിത്വം കാരണം, ആ വ്യക്തിത്വം ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് സ്നേഹത്തോടെ പെരുമാറുവാൻ, ആരെയും തുല്യതയില്ലാതെ കാണുവാൻ കഴിയില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന ആ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് ആ ഒരു നല്ലൊരു പാട്ടാണ് നമുക്ക് അല്പസമയം കേൾക്കാം. കാർത്തിക്, ലെറ്റ്സ് ഗോ. കരുണാമയനേ, കരുണാമയനേ, അടിയൻ നീ പൊടിയാണെന്നോർത്തിടണമേ. അലറും നീയാഴിയിൽ എൻ പ്രാണനെ അണയാതെ ഇന്നു നീ കാത്തിടണമേ. നിന്ദയെന്നും ജീവനാണേ, എൻ ഭയമെല്ലാം മാഞ്ഞുപോയേ. നീ അടിച്ചാലും മാർദ്രമാണേ യേശുവേ. കരുണാമയനേ,
കരുണാമയനേ കരുണാമയനേ ക്രൂശിലെനിക്കായി മരിച്ചവനേ നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണമേ കരുണാമയനേ കരുണാമയനേ ക്രൂശിലെനിക്കായി മരിച്ചവനേ നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണമേ നിന്നെ അനുഗമിച്ചാൽ ഞാൻ മരിച്ചാലും ജീവിക്കുമേ മരണത്തെ ജയിച്ചവനേ യേശുവേ എല്ലാവർക്കും നമസ്കാരം. ഈ പ്രോഗ്രാമിലേക്ക് ഇതിൻ്റെ അറിയിപ്പ് കേട്ട് വരാനായിട്ട് നിങ്ങളെടുത്ത തീരുമാനത്തിന് നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും വരാത്ത പലരുമുണ്ട്. അത് അവരുടെ തീരുമാനമാണ്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ ആകത്തുകയാണ്. ഇന്ന് നമ്മൾ എവിടെ എങ്കിലും എത്തിയെങ്കിലോ എന്തെങ്കിലും ആയെങ്കിലോ അതിൻ്റെ കാരണം നമ്മൾ മുമ്പെടുത്തിട്ടുള്ള തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളുമാണ്. നാളെ നമ്മൾ എവിടെയെങ്കിലും എത്തുന്നതും എത്താതിരിക്കുന്നതും എന്തെങ്കിലും ആകുന്നതും ആകാതിരിക്കുന്നതും ഒക്കെ ഇന്ന് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനമുണ്ട്. ചില തീരുമാനങ്ങൾക്ക് വളരെ നൈമിഷികമായ ചെറിയ സ്വാധീനങ്ങളെ ഉണ്ടാകുകയുള്ളൂ എങ്കിലും ചില തീരുമാനങ്ങൾ വളരെ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുന്നതാണ്. ഇപ്പം നമ്മളിടുന്ന വസ്ത്രത്തിൻ്റെ നിറമോ അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡോ ഒക്കെ നൈമിഷികമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാകുകയുള്ളൂ. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു ഒക്കെ ഉള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പങ്കാളിയെ കണ്ടെത്തുക. ജീവിതത്തിൻ്റെ അവസാനം വരെ അത് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനേക്കാളൊക്കെ പരമപ്രധാനമായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് അവൻ്റെ ദൈവം ആരാണെന്നുള്ളതാണ്. ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അവിടെ ചാത്തൻ സേവ മഠങ്ങളുണ്ട്. ചാത്തനെ സേവിക്കുന്ന ആളുകളുണ്ട്. ഈ ചാത്തൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെകുത്താൻ ലോപിച്ചാണ് ചാത്തനായത്. ചാത്തനെ സേവിക്കുന്ന ധാരാളം ആളുകൾ അവിടെയുണ്ട്. എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. കല്ലിനെയും മണ്ണിനെയും അതുപോലെ വെള്ളത്തെയും വായുവിനെയും മൃഗത്തെയും എന്തിനേയും ദൈവമായിട്ട് സേവിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ്റെ നിത്യത നിർണ്ണയിക്കുന്നത്, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് അവൻ്റെ ദൈവം ആരാണെന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തെ ആളുകൾ വിളിക്കുന്നതും ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നതും നമ്മുടെ ഉദ്ദേശം സാധിച്ചെടുക്കാനാണ്, നമ്മുടെ കാര്യം സാധിച്ചെടുക്കാനാണ്. അത് ചികിത്സാനായാലും വേണ്ടില്ല, ഉദ്ദേശിച്ച കാര്യം നടക്കണം എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരു ചിന്തയും താല്പര്യമൊക്കെ ആ രീതിക്കാണ്. ദൈവം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിനുള്ള ഒരു പ്രത്യേകത, ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണെന്നുള്ളതാണ്. എല്ലാത്തെയും നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവാധികാരിയായിട്ടുള്ള ദൈവം. ആ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടത്തി തരാനിരിക്കുന്ന ഒരാളല്ല. അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടത്തി തരണമെങ്കിൽ നമ്മളുണ്ടാക്കിയ ദൈവമായിരിക്കണം. ദൈവത്തെ ആദ്യമായിട്ട്, ദൈവവിശ്വാസത്തെ, ദൈവസേവയെ നമുക്ക് രണ്ട് തരത്തിൽ കാണാൻ പറ്റും. ഒന്ന്, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ സേവിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകൾ, ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ. മറ്റൊന്ന്, നമ്മൾ നിർമ്മിച്ച ദൈവത്തെ വിളിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ. ദൈവത്തെ ദൈവമായിട്ട്, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം
ദൈവത്തിൻ്റെ വചനം ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തെ ദൈവമായി അംഗീകരിക്കാൻ മനസ്സില്ല എന്നുള്ളതാണ്. ദൈവത്തെ ദൈവമായി അംഗീകരിച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. പിന്നെ നമ്മുടെ ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ കടമറ്റം പള്ളിയുടെ അടുത്ത് താമസിച്ചിരുന്നു. കടമറ്റം പള്ളിക്ക് ഒരു കുരിശുപള്ളിയുണ്ട്. അവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം ഒരു ചാരായ ഷാപ്പുണ്ട്. അന്ന് ചാരായമുള്ള കാലമാണ്. 10-30 വർഷം മുമ്പുള്ള കഥയാണ് ഞാനീ പറയുന്നത്. ഈ പെരുവഴിയിൽ നിന്ന് ചാരായമൊക്കെ കുടിച്ചിട്ട് കോൺ തെറ്റിയ ആളുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ കടമറ്റം പള്ളിയുടെ കുരിശുപള്ളിയിൽ വരുമ്പോൾ, പള്ളിയുടെ മുമ്പിൽ വരുമ്പോൾ വളരെ ഡീസൻ്റ് ആവും. പൂരപ്പാട്ടൊക്കെ പാടിയാണ് ഇങ്ങനെ പോണത്. അവിടെ വരുമ്പോൾ പാട്ടൊക്കെ നിർത്തി മുണ്ടൊക്കെ കഴിച്ചിട്ട് വായിലിരിക്കുന്ന വീഡിയോ സിഗരറ്റ് എന്തെങ്കിലുമാണെങ്കിൽ എറിഞ്ഞ് കളഞ്ഞു വളരെ ഭക്തിയോടെ കുരിശുപള്ളി അങ്ങോട്ട് കടന്നാൽ പിന്നെ പഴയ പാട്ടും ആരംഭിച്ച്. അപ്പം ആ പള്ളിയുടെ അവിടെ വരുമ്പം എന്തുകൊണ്ട് ആൾ വളരെ ഡീസൻ്റ് ആകുന്നതെന്ന് ചോദിച്ചാൽ, ആരും ബൈബിൾ ക്ലാസ് എടുക്കാതെ, ആരും ഉപദേശം കൊടുക്കാതെ, എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു സൃഷ്ടാവുണ്ടെങ്കിൽ ആ സൃഷ്ടാവിന് പ്രസാദമുള്ളതല്ല എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും ദൈവങ്ങളൊക്കെ കടൽ തീരത്തോ അല്ലെങ്കിൽ വലിയ മലയുടെ മുകളിലൊക്കെ ആയിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ ചെയ്യുന്ന ഒന്നും ദൈവമേ നീ കാണണ്ട, ഞങ്ങൾക്ക് ദൈവത്തെ കാണണമെന്ന് തോന്നുമ്പോൾ ഒരു 3 ദിവസമോ 7 ദിവസമോ അല്ലെങ്കിൽ 40 ദിവസമൊക്കെ മര്യാദക്കാരായിട്ട് ജീവിച്ചിട്ട് ഞങ്ങളങ്ങ് വന്ന് കണ്ടോളാം. ഇതാണ് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടൊരു ചിന്ത. അതുകൊണ്ടാണ് വളരെ സൗകര്യമായിട്ട് എവിടെയെങ്കിലും ഒരു ഒതുങ്ങിയ സ്ഥലത്ത് കൊണ്ട് ഈ ദൈവങ്ങളെയൊക്കെ വെച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ചവിട്ടി നിൽക്കാൻ ഭൂമിയും ശ്വസിക്കാൻ വായുവും കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരുക്കിയ ദൈവം. എവിടെ ജനിക്കണം, എന്ന് ജനിക്കണം, ആർക്ക് ജനിക്കണം, എന്തെല്ലാം കഴിവുകൾ വേണം, ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കണമെന്ന് ഒരു തെരഞ്ഞെടുപ്പിന് നമുക്ക് അവസരം തരാതെ അതെല്ലാം തൻ്റെ തീരുമാനത്തിൽ നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ച സൃഷ്ടാവായ ദൈവത്തെ മറ്റെന്തിനേക്കാളും അധികം നാം സ്നേഹിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. മണ്ണും പെണ്ണും പേരും പ്രശസ്തിയും അതുപോലെ പലതും സ്നേഹിക്കാനുള്ളപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ജീവനും ജീവിതവും ജീവിക്കാൻ വേണ്ട സകലതും ഒരുക്കി തന്ന ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് മരണത്തിനപ്പുറത്ത് ഒരു നിത്യത ഒരുക്കിയിരിക്കുന്നത്. നിത്യത നിർണയിക്കുന്നത് ഒറ്റ കാര്യമാണെങ്കിൽ അത് നമ്മുടെ ദൈവം ആരാണെന്നുള്ളതാണ്. ആ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയും ആ ദൈവത്തെ മറ്റെന്തിനേക്കാളും അധികം സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം മറ്റെന്തിനേക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആവശ്യപ്പെടുന്നതും. ഈ ദൈവത്തെ അത്ര ആഴത്തിൽ സ്നേഹിക്കുവാൻ ദൈവം ആദ്യം നമ്മളെ സ്നേഹിച്ചു, തനിക്കുള്ളതെല്ലാം നമുക്ക് തന്നു. ദൈവത്തെ എന്നിട്ടും സ്നേഹിക്കാതെ പോയ മനുഷ്യനെ, തിരിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച മനുഷ്യനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് ദൈവത്തിൻ്റെ പുത്രനെ തന്നെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. സ്വന്തം ജീവൻ തന്നെ നമുക്ക് വേണ്ടി കർത്താവ് നൽകി തന്നു. ദൈവത്തെ മറ്റെന്തിനേക്കാളും അധികം സ്നേഹിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഒരു വെളിപ്പാടാണ് ക്രിസ്തു. യേശു ക്രിസ്തു എന്ന വെളിപ്പാട് ദൈവത്തെ മറ്റെന്തിനേക്കാളും അധികം സ്നേഹിക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന ഒരു വെളിപ്പാടാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കാനായിട്ട് ബൈബിളിൽ ഒരു പുസ്തകം തന്നെയുണ്ട്. ഈ പുസ്തകം പലപ്പോഴും നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലല്ല, കാരണം അതൊരു പോയറ്റിക് ഡ്രാമയാണ്. ഉത്തമ ഗീതമെന്ന് പറയുന്ന ഒരു പുസ്തകം സാധാരണ ആരും വായിക്കാത്തൊരു പുസ്തകമാണ്. അത് ഈ ഡ്രാമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ ഡ്രാമ രംഗങ്ങളാണ്, ഓരോ സ്റ്റേജ് രംഗങ്ങളാണ്. ഇതിൽ മുമ്പ് നടന്ന സംഭവങ്ങൾ, ഫ്ലാഷ് ബാക്കുകൾ ഉണ്ടാവാം, വർത്തമാനകാലത്തിൽ നടക്കുന്ന സംഭവങ്ങളുണ്ടാകാം, ഭാവി കാലത്ത് വരാൻ പോകുന്ന സംഭവങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. ഇത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഡ്രാമ ഒരു ഗദ്യമായിട്ട് എഴുതിയാൽ കഷ്ടപ്പെട്ടായാലും മനസ്സിലാക്കാം. അതൊരു പോയമാണെങ്കിലോ ഒരു കവിതയായിട്ടാണ് എഴുതെങ്കിലോ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതലും ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറില്ല. ഇത് ഒരു അന്നത്തെ പഴയ കാലത്തെ ശലോമോൻ എന്ന് പറയുന്ന അതിപ്രശസ്തനായ ഒരു രാജാവ് ജീവിച്ചിരുന്ന ആ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചരിത്രം പറയുന്നത്. അന്ന് കാലത്ത് ആ ഉത്തമഗീതത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ
ശലോമോന് ബാൽഹാമാനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അത് അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചിരുന്നു. ഓരോരുത്തരും 1000 പണം വീതം അതിന് പാട്ടമായിട്ട് കൊടുക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു ചരിത്ര കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഒരു അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, സമ്പന്നരായിട്ടുള്ള ആളുകൾ തോട്ടങ്ങളൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് പാട്ടത്തിന് കൊടുക്കും. പാട്ടത്തിന് കൊടുത്തിട്ട് അതിൽ നിന്ന് പാട്ടമായിട്ട് കിട്ടുന്ന വരുമാനം ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ഈ തോട്ടത്തെ നന്നായിട്ട് സൂക്ഷിക്കുകയും അവിടുത്തെ കൃഷിയൊക്കെ നന്നായിട്ട് പരിപാലിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ പാട്ടത്തിന് എടുക്കുന്ന ആളുകളുടെയാണ്. ഈ ഉടമസ്ഥൻ പാട്ടത്തിന് കൊടുത്ത ആളുകൾ നന്നായി അത് പരിപാലിക്കുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് വേഷപ്രസന്നരായിട്ട് പലപ്പോഴും ഈ തോട്ടങ്ങളിലൊക്കെ പോയി എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാനായിട്ട് അവർ നോക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം എഴുതുന്നത്. അതിൽ കഥാപാത്രങ്ങളായിട്ട് പറയുന്ന പ്രധാനപ്പെട്ടത് ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൾ കറുത്ത നിറമുള്ളവരായിട്ട് അവളുടെ സഹോദരന്മാർ അവൾക്ക് ഇഷ്ടക്കുറവ് തോന്നിയത് കൊണ്ട് ഈ ഒരു തോട്ടം പാട്ടത്തിനെടുത്തിട്ട് ആ തോട്ടം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം ഈ പെൺകുട്ടിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ തോട്ടം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ കൊടുക്കുന്ന പണിഷ്മെൻറ്റ് അനുഭവിക്കണം. അപ്പം സഹോദരന്മാരുടെ വിരോധം കൊണ്ട് ഈ പെൺകുട്ടിയെ, സ്വന്തം തോട്ടം പോലും നോക്കാത്ത ഈ പെൺകുട്ടിയെ ഈ തോട്ടം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് അവിടെ സഹോദരന്മാർ ഇവിടെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. നന്നായി നോക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ജീവൻ വരെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഈ തോട്ടമൊക്കെ നോക്കി, കൃഷിയൊക്കെ നോക്കി, വെയിലൊക്കെ കൊണ്ട് ആകെ കറുത്ത് ഇരുണ്ട ഒരു രൂപമായിട്ടിരിക്കുകയാണ്. ആരും ഇവിടെ വേദന കാണാനോ അവളെ സഹായിക്കാനോ ആരുമില്ലാത്തൊരു സാഹചര്യം. ആർക്കും ഇവളോട് എന്തെങ്കിലും ഒരു കൈ നീട്ടാനായിട്ട്, ഒരു സഹായം ചെയ്തു കൊടുക്കാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ. ഇവളാകെ ഒറ്റപ്പെട്ട് ഏകാന്തിയായിട്ട് വളരെ വേദനയോടെ ജീവിതത്തിൽ വളരെ ഭാരങ്ങൾ അനുഭവിച്ച് തകർന്ന ഒരു നിലയിലായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇടയ ചെറുക്കൻ ഒരിക്കൽ ഇവള് നോക്കുന്ന തോട്ടത്തിനടുക്കൽ വന്നിട്ട് ഇവള് പരിചയപ്പെടുകയാണ്. അങ്ങനെ ഇവളുടെ പ്രശ്നങ്ങളും ഇവളുടെ സാഹചര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇത് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും തമ്മിൽ കൂടുതൽ സംസാരിക്കുന്നു, കൂടുതൽ ഇടപഴകുന്നു, തമ്മിൽ ഹൃദയങ്ങളെ പങ്കുവയ്ക്കുന്നു, ഇവർ പ്രണയബദ്ധരാകുകയാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഇടയ ചെറുക്കൻ ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോവുകയാണ്. കുറേ നാൾ കഴിഞ്ഞിട്ടും ഈ ഇടയ ചെറുക്കനെ കാണാതെ വരുമ്പോൾ ഈ പെൺകുട്ടി ആകെ അസ്വസ്ഥയാകുകയാണ്. അവൾക്ക് ആകെ വലിയ തകർച്ച, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വീണ്ടും ഭയങ്കരമായ വേദനയിൽ അവളാകുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാജ്യം ഭരിക്കുന്ന ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇവളെ വിളിക്കുകയാണ്. ഇവളെ ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുചെന്നിട്ട് അവിടെ ചില തോഴിമാരെയൊക്കെ ഇവൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈ തോഴിമാർ ഈ പെൺകുട്ടിയോട് ശലോമോൻ രാജാവിന് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയാണ്. ഈ പെൺകുട്ടി എന്തൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. കാരണം ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തനായിട്ടുള്ള, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള, ഏറ്റവും പ്രതാപിയായിട്ടുള്ള, എല്ലാ ഐശ്വര്യങ്ങളുമുള്ള, ആരും മോഹിച്ചു പോകുന്ന രാജാവാണ് ശലോമോൻ. ശലോമോൻ രാജാവ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും അതിന് തയ്യാറാകാത്ത ഒരു പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അവിടെ തോഴിമാരൊക്കെ അന്തം വിട്ടുപോയി. കാരണം അങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് പറയാനായിട്ട് ഒരിക്കലും അങ്ങനെ കഴിയാത്ത നിലയിൽ അത്ര ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശലോമോൻ രാജാവ്. തൻ്റെ പ്രണയാഭ്യർത്ഥന അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്നുള്ള അഭ്യർത്ഥന ഒരിക്കലും സ്വീകരിക്കാതെ ഈ പെൺകുട്ടി അത് നിരസിക്കുകയാണ്. എത്രമാത്രം നിർബന്ധിച്ചിട്ടും എത്രമാത്രം ശ്രമിച്ചിട്ടും അതിന് വശംവദയാകാതെ അവളുടെ തോട്ടത്തിലേക്ക് മടങ്ങി പോരുകയാണ്. ചുരുങ്ങിയ ചില ദിവസങ്ങൾ ആ തോട്ടത്തിൽ അവൾ ഇരിക്കുന്ന സമയത്ത് ദൂരേക്ക് നോക്കുമ്പോൾ വലിയ സൈന്യം വരുന്നത് കണ്ടു. വലിയ ആരവത്തോടെ, സൈന്യമൊക്കെ വലിയ ആരവത്തോടെ വരുന്നത് കാണുകയാണ്. ഇവർക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. സൈന്യം അടുത്ത് വന്ന്, ആരവമൊക്കെ അടുത്ത് വന്ന ആളുകളൊക്കെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഉഗ്രപ്രതാപിയായിട്ടുള്ള ശലോമോൻ രാജാവിൻ്റെ എഴുന്നള്ളത്താണ് ഈ തോട്ടത്തിലേക്ക്. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ പരിവാര സമേതം ശലോമോൻ രാജാവ് ഈ പെൺകുട്ടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ശലോമോൻ്റെ മുഖത്തേക്ക് ഇവളൊന്ന് സൂക്ഷിച്ചു നോക്കി. ശലോമോൻ രാജാവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ ഈ പെൺകുട്ടി ശലോമോൻ്റെ മാറിലേക്ക്
ചാരുന്നതാണ് ഈ കഥ. അവൾ ശലോമോൻ രാജാവിൻ്റെ മാറിലേക്ക് ചാരിയത് ഉഗ്രപ്രതാപിയായ രാജാവായതുകൊണ്ടല്ല, ഏറ്റവും സുന്ദരനായ മനുഷ്യനായതുകൊണ്ടല്ല, വലിയ സമ്പത്തിൻ്റെ ഉടമയായതുകൊണ്ടല്ല, അവൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ടല്ല. ആരും അവളെ കാണാതിരുന്ന സാഹചര്യത്തിൽ, ആരും അവളെ ഇല്ലാത്ത സാഹചര്യത്തിൽ അവളുടെ അടുക്കിലേക്ക് വന്ന് അവളുമായി ഹൃദയം പങ്കുവെച്ച് അവളുടെ വേദനകൾക്ക് ആശ്വാസം കൊടുത്ത് മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പോയ അതേ ഇടയച്ചെറുക്കനാണ് ശലോമോൻ രാജാവായി അവളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കഥ, ഈ ചരിത്രം ഇവിടെ പറയാനുള്ള കാരണം 2000 വർഷം മുമ്പേ സ്വർഗത്തിൻ്റെ സകല മഹിമകളും വെടിഞ്ഞ് എനിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവിക കൂട്ടായ്മയിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു. നമ്മൾ അടിമപ്പെട്ട മരണത്തിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു. താൻ മരിക്കാനായിട്ട് തയ്യാറായി. തനിക്കുള്ളതെല്ലാം മനുഷ്യന് വേണ്ടി തന്ന ദൈവം അവസാനം തൻ്റെ ജീവനെയും നമുക്ക് നൽകുകയാണ്, തൻ്റെ പുത്രൻ്റെ ജീവനെയും നമുക്ക് നൽകുകയാണ്. അങ്ങനെ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മൾ അടിമപ്പെട്ട മരണത്തിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി വരികയാണ്. അങ്ങനെ മരണത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ്, ആ പാപമറിയാത്ത പാപം ചെയ്യാത്ത യേശു ക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. അവൻ മരണത്തിനപ്പുറത്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും യേശു ഉയർത്തതുപോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു സുദിനം ദൈവം വെച്ചിട്ടുണ്ട്. ആ ദിവസം കഴിഞ്ഞാൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു ദിവസം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ ദിവസത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ മറ്റെന്തിനേക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ആ നിത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രവേശനം. എല്ലാ മതത്തിലും, എല്ലാ ജാതിയിലും, എല്ലാ സഭയിലും ദൈവത്തെക്കാൾ മറ്റ് പലതിനെയും സ്നേഹിക്കുന്ന ആളുകളുണ്ട്. സ്വന്തം ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ദൈവത്തെ വിളിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു മൈനോറിറ്റി, ഒരു ചെറിയ കൂട്ടം മറ്റെന്തിനേക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവർക്കാണ് കർത്താവ് തൻ്റെ നിത്യത ഒരുക്കിയിരിക്കുന്നത്. ആ നിത്യതയിൽ നമ്മെ എത്തിക്കാൻ സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഈ പാട്ട് പാടാനും ദൈവവചനം പങ്കുവെക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഇന്നിവിടെ വന്ന ആരും ആ നിത്യത കാണാതെ പോകരുത്. നമുക്ക് സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. സഹോദരങ്ങൾ വന്നാട്ടെ, നമുക്ക് വീണ്ടും പാടാം. ഈ കർത്താവിനെ എത്ര പാടിയാലും നമുക്ക് മതിയാകില്ല, എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാകില്ല. അത്യുന്നതനായ രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയ ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. നമ്മളുടെ എല്ലാ ദുഃഖങ്ങളിലും, നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും, നമ്മുടെ എല്ലാ വേദനകളിലും, നമ്മുടെ എല്ലാ ഭാരങ്ങളിലും, നമ്മളെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന എല്ലാ സങ്കടങ്ങളിലും നമ്മോട് കൂടിയിരിക്കുന്ന ഒരു നല്ല സ്നേഹിതനെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിയും. ആ നല്ല സൗഹൃദം, ആ നല്ല സാമീപ്യം നമ്മൾ ഓരോരുത്തരും കൂടെ ഇരിക്കട്ടെ. ക്രിസ്ത്യന வாழ்வின் கசப்பை மீண்டும் நினைக்குதோ மறந்திட
கொடுத்து வாழ்க்கை மாறிவிடும். காத்திருந்த நேரம் மாறி பூக்கும் நேரம் வரும். நீ நீதியின் வாழ்க்கை வாழ்ந்தவன் என்று ஊரே பேரு சொல்லும். மனசே அலையாதே, மனசே கலங்காதே, மனசே திகையாதே, மனசே சிதறாதே, மனசே மனசே அலையாதே, மனசே மனசே சிதறாதே, மனசே மனசே கலங்காதே, மனசே மனசே சிதறாதே. மனசே மனசே அலையாதே, மனசே மனசே சிதறாதே, மனசே மனசே கலங்காதே, மனசே மனசே சிதறாதே, மனசே மனசே அலையாதே, மனசே மனசே சிதறாதே, மனசே மனசே கலங்காதே, மனசே மனசே சிதறாதே. Okay, next. ശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന കല്യാണ ശാലയിൽ എന്നെ വിളിച്ചെന്റെ
സന്താപം ഒക്കെയും തീർത്തിടുന്ന ശീഘ്രം വരും എൻ്റെ കാന്തൻ വരും എൻ്റെ ഉല്ലാസമായി ബഹുകാലം വാഴാം. ശീഘ്രം വരും എൻ്റെ കാന്തൻ വരും എൻ്റെ ഉല്ലാസമായി ബഹുകാലം. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ ശബ്ദത്തിൽ എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്റെ ദൈവം He's an awesome God, He reigns from heaven above with wisdom, power, love. Oh God is an awesome God. Our God is an awesome God, He reigns from heaven above with wisdom, power, and love. Oh God is an awesome God. Shabdatil, our God is an awesome God, He reigns from heaven above with wisdom, power, love. Oh God is an awesome God. Our God is an awesome God, He reigns from heaven above, power, love. Oh God, oh, our God is an awesome God, He reigns with wisdom, power. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power. Our God is an awesome. Our God is an awesome God. എത്ര പേർക്കറിയാം സെറ്റിലിരുന്ന് തൂക്കിനാൾ? Everybody clap your hands, come forward. Woo! சற்றிலிருந்து தூக்கினார் கண்மலை மேல் நிறுத்தி சற்றிலிருந்து தூக்கினார் கண்மலை மேல் நிறுத்தினார் சற்றிலிருந்து தூக்கினார் கண்மலை மேல் நிறுத்தினார் சற்றிலிருந்து தூக்கினார் கண்மலை மேல் நிறுத்தினார் பாவமானவாரே மாற்றி தந்தாரே துன்பமான வேளையில் இன்பம் தந்தாரே பாவமானவாரே மாற்றி தந்தாரே துன்பமான வேளையில் இன்பம் தந்தாரே
നാഥൻ കമ്മലൈ. താങ്ക് യു ഗൈസ്. ഓക്കെ, അപ്പം എപ്പോൾ കൂടിയാലും സന്തോഷം ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആരെയും കുറ്റം വിധിക്കാതെ, മറ്റുള്ളവരുടെ സന്തോഷത്തെ കൊണ്ട് കുറ്റം വിധിക്കാതെ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുന്നതാണ് ഒരു കൂട്ടായ്മയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അങ്ങനെ ഒരുമിച്ച് സന്തോഷിക്കാനും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുവാനും ഒരു 10 പേര് ഒരുമിച്ച് കൂടിയാൽ അത് സമൂഹത്തിനും അത് ദേശത്തിനും അവരവരായിരിക്കുന്ന കൂട്ടായ്മകൾക്കൊക്കെ നന്മ പ്രവർത്തിക്കുവാനും ലക്ഷ്യമാക്കിക്കൊണ്ട് തുടക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് വേവ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. അപ്പോൾ വേവ്സ് എന്ന കമ്മ്യൂണിറ്റീൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പറയുന്ന ഈ കൺസേർട്ട് ഇവിടെ നടന്നത്. ഏറെ പരിശ്രമത്തിനൊടുവിലാണ് ഈ കൺസേർട്ട് ഇവിടെ നടക്കാൻ കഴിഞ്ഞത്. സോ വേവ്സിൽ കൂടെ പ്രധാനമായും ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ, ഒരു യൂത്തിൻ്റെ ആത്മീകവും ഭൗതികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും, അതിന് ഇംഗ്ലീഷിലൊരു വാക്ക് പറയും, ഹോളിസ്റ്റിക് വെൽനസ്, ഈ പറയുന്ന എല്ലാ മേഖലകളെയും സമന്വയിപ്പിച്ച് അവരുടെ വെൽനസ്സിന് വേണ്ടി, ആ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന വേവ്സ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതൊരിക്കലും ഒന്നിൻ്റെയും ബദലായിട്ടോ ഒന്നിൻ്റെയും പകരമായിട്ടോ അല്ല, പകരം ഒരു പറ്റം വിദ്യാർത്ഥികൾക്ക് സഹായം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് സന്തോഷിക്കണമെന്ന് കരുതുന്ന, ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ് ഈ പറയുന്ന വേവ്സ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ. ഇതിന് വ്യത്യസ്തമായ മിഷനുകളും, ഇതിന് വ്യത്യസ്തമായ മിഷനുണ്ട്, കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്, കൃത്യമായ ദൈവവചനത്തിൽ ഊന്നിയ ആശയങ്ങളും യേശുവിൻ്റെ വചനത്തിലുള്ള അടിസ്ഥാനവുമുണ്ട്. അതിലൂടെയാണ് കുഞ്ഞുങ്ങളെ എല്ലാവരെയും സമന്വയിപ്പിച്ച് എല്ലാവർക്കും ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുന്ന രീതിയിൽ ഒരു കുഞ്ഞു കൂട്ടായ്മ രൂപപ്പെടുവാൻ കാരണമായത്. നിങ്ങൾ മുമ്പിലൂടെ കടന്നു വന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ വേവ്സിലൂടെ സന്തോഷം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. എല്ലാവരും ഞങ്ങളെല്ലാം ഹാപ്പിയായി ഞങ്ങൾ കൂട്ടായി മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഈ വേവ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വേവ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവിധമുള്ള സഹകരണങ്ങളും എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചോദിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ, തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പ്രവർത്തനങ്ങളിലും എല്ലാം നിങ്ങളിലേക്ക് എത്തും, നിങ്ങളുടെ സഭയിലേക്ക് എത്തും, എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തും. വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമൂഹത്തിനും ദേശത്തിനും സഭകൾക്കും കൂട്ടായ്മകൾക്കും എന്തിനു വെറുതെ അതിന് പുറമേയുള്ള എല്ലാ വ്യക്തികൾക്കും, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും അവർക്ക് ഉപകാരമായി തീരുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഈ വേവ്സ് എന്ന് പറയുന്ന കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മളെല്ലാം സന്തോഷിച്ചു, നമ്മളെല്ലാവരും ഡാൻസ് ചെയ്തു, കുറച്ചുപേര് ഡാൻസ് ചെയ്തു. അല്പനേരം നമുക്ക് ദൈവത്തെ ഒരു ചെറിയൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. വാഴ്ത്തുന്നേ യേശുരാജനെ, സർവകാലവും കീർത്തിക്കുന്നു വാഴ്ത്തുന്നേ യേശുരാജനെ, വാഴ്ത്തുന്നേ യേശുരാജനെ, സർവകാലവും കീർത്തിക്കുന്നു വാഴ്ത്തുന്നേ യേശുരാജനെ. എൻ പാപം പേറി ക്രൂശിലേറി, എൻ പാപം പേറി ക്രൂശിലേറി, എൻ പാപം തീർത്തു നീ, എൻ ശാപമൃത്യുവാ, എൻ പാപം തീർത്തു നീ, എൻ ശാപമൃത്യുവാ. എന്നെ വീണ്ടെടുത്ത സ്നേഹദൈവമേ, ദൈവസ്നേഹദൈവമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹദൈവമേ, ദൈവസ്നേഹദൈവമേ,
സ്നേഹമോർത്തു ഞാൻ പാടും ജീവകാലമെല്ലാം. വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദി. വാഴ്ത്തുന്നേ യേശുരാജനെ, വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദി. വാഴ്ത്തുന്നേ യേശുരാജനെ. സ്വർഗീയനോട് എന്നെ ഇണക്കിയും, സ്വർഗീയനോട് എന്നെ ഇണക്കിയും, ജീവൻ മൂലമാൻ തൻ പുത്രനാക്കിയും, തൻ ജീവൻ മൂലമാൻ തൻ പുത്രനാക്കിയും. നീ എൻ ജ്ഞാനം, നീ വിശുദ്ധിയും ദിവ്യ സമാധാനവും. നീ എൻ ജ്ഞാനം, നീ വിശുദ്ധിയും ദിവ്യ സമാധാനവും. വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയ സ്തുതി പാടും നന്ദിയ. വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയ സ്തുതി പാടും നന്ദിയ. വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദി. വാഴ്ത്തുന്നേ യേശുരാജനെ, വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു. വാഴ്ത്തുന്നേ യേശുരാജനെ, വാഴ്ത്തുന്നേ. താങ്ക് യു യേശുനാഥ, നീ എൻ ദൈവം. യേശുനാഥ, നീ എൻ ആശ്രയം. യേശുനാഥ, നീ എൻ ശൈലം. എന്റെ കോട്ടയിൽ നീ മാത്രമേ. ചേർന്ന് പാടാം. യേശുനാഥ, നീ എൻ ദൈവം. യേശുനാഥ, നീ എൻ ആശ്രയം. യേശുനാഥ, നീ എൻ ശൈലം. എന്റെ കോട്ടയിൽ നീ മാത്രമേ. കുറച്ചുകൂടെ ശബ്ദത്തിൽ. യേശുനാഥ, നീ എൻ ദൈവം. യേശുനാഥ, നീ എൻ ആശ്രയം. യേശുനാഥ, നീ എൻ ശൈലം. എന്റെ കോട്ടയിൽ നീ മാത്രമേ. ഓ, എന്റെ കോട്ടയിൽ നീ മാത്രമേ. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. ഓ വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും ആടഞ്ഞിടിലും വല്ലവൻ
നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കരുതും അവൻ എല്ലാവരും ശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2025 ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. സംഭവ ബഹുലമായ 2024 നമ്മെ വിട്ട് കടന്നുപോയി. വയനാട്ടിൽ ദുഃഖവും ദുരന്തങ്ങളും നിരവധി കടന്നു വന്നു. ലാൻഡ് സ്ലൈഡിൽ എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ ഒലിച്ചുപോയി. കണ്ണുനീരിൽ കുതിർന്ന ഒരുപാട് ദിനങ്ങൾ വയനാട്ടിലുണ്ടായി. നമ്മളെല്ലാവരും വയനാടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പുതുവർഷം നമുക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ആരംഭത്തിൽ വേവ്സിലെ സഹോദരി സഹോദരന്മാർ ഇങ്ങനെ മനോഹരമായ സ്തുതിയുടെ സായാഹ്നം നമുക്ക് വേണ്ടി ഒരുക്കിയല്ലോ. ഇതിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി, വെസുലിക്കായി, എല്ലാ സഹോദരങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വരുന്ന ദിവസങ്ങളിൽ വയനാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വേവ്സായി സംഗീതത്തിലൂടെ, സുവിശേഷീകരണത്തിലൂടെ യുവാക്കളെ നേടുവാനായി, ഇവരെ കർത്താവ് കരങ്ങളിൽ വഹിക്കേണ്ടതിനായി നമുക്ക് ദൈവസ്ഥനിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ വന്ന് ഇന്ന് സന്ധ്യയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങള് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി ഓടി അധ്വാനിച്ചു, പ്രാർത്ഥിച്ചു. ആമേൻ. ഇങ്ങനെ ഒരു സായാഹ്നം ഇവിടെ ഒരുക്കി കർത്താവിനെ സംഗീതത്തിലൂടെ ആരാധിപ്പാൻ കർത്താവ് ഇടയാക്കിയ നല്ല സാവകാശത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല സന്ദേശം നൽകുവാൻ കർത്താവിന് ദാസൻ സാവു പാസ്റ്ററെ കർത്താവ് ഒരുക്കിയല്ലോ. ഇവിടെ ഗാനങ്ങൾ ആലപിച്ച, സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കായി, കർത്താവെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരന്മാർക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നല്ല ശ്രോതാക്കളായി പ്രാർത്ഥനയോടെ കടന്നു വന്ന് ഈ സമയം വരെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ എല്ലാ ദൈവദാസന്മാർക്കായി, സഭകൾക്കായി, എല്ലാ സഹോദരി സഹോദരന്മാർക്കായി, എല്ലാ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവേ, തുടർന്നും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. വരുന്ന ദിവസങ്ങളിൽ വേവ്സിന്റെ പ്രവർത്തനങ്ങളെ വയനാട്ടിലും കർത്താവേ, ദൈവം അയക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിന് വേണ്ടി ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ, ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം മുന്നേറുവാനും, വിളക്കിൽ എണ്ണയുള്ള ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ആത്മമണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ഈ ടീമിനെ കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല ആത്മീക കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്തൃ സന്നിധിയിൽ അടിയങ്ങളെ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. സമാധാനത്തോടും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കടന്നു പോകുവാൻ സ്വർഗമടിയങ്ങളെ എല്ലാം സഹായിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം ഉയർത്തപ്പെടുവാനിടയായി തീരട്ടെ. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോടും വിനയത്തോടും പ്രാർത്ഥിക്കുമ്പോൾ ദയതോന്നി ഞങ്ങളെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചെങ്കിലും സ്പെഷ്യൽ റിക്വസ്റ്റ് ഒരു പാട്ട് വന്നിട്ടുണ്ട്. സോ വി ഗോണ സിംഗ് ആൻഡ് ഡാൻസ് ടുഗദർ. എന്നിട്ട് നമ്മൾ എല്ലാവരും എന്നിട്ട് പിരിയും. ഓക്കെ, റെഡിയാണോ? പാപങ്ങൾ പോക്കവേ. ലെറ്റ്സ് ഡു ദാറ്റ്.
பாவங்கள் போக்கவே சாபங்கள் நீங்கவே பூலோகே வந்தாரையா மனிதனை மீட்கவே பரலோகம் திருக்கவே சிலுவையை சுமந்தாரையா பாவங்கள் போக்கவே சாபங்கள் நீக்கவே பூலோகம் வந்தாரையா மனிதனை மீட்கவே பரலோகம் திருக்கவே சிலுவையை சுமந்தாரையா கண்ணீரை துளைத்தாரையா சந்தோஷம் தந்தாரையா கண்ணீரை துளைத்தாரையா சந்தோஷம் தந்தாரையா எந்தே சுவே 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 கேட்கவில்லை அந்தஸ்தை கேட்கவில்லை உள்ளத்தை கேட்டாரையா தங்கத்தை கேட்கவில்லை வைரத்தை கேட்கவில்லை உள்ளத்தை கேட்டாரையா ஆசிரியை கேட்கவில்லை அந்தஸ்தை கேட்கவில்லை உள்ளத்தை கேட்டாரையா போலவில்லை என்ன தேடி வந்தாரையா நான் தேடி போலவில்லை என்ன தேடி வந்தாரையா எந்தே சுவே 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 எந்தே Thank you guys.